പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിച്ചുകൊള്ളുന്ന ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8 വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആലോചന ദൃഷ്ടി വെച്ച് നടത്തുക. എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ ഒരു അനുകൂലമായ കരം ദൈവസന്നിധിയിലുണ്ട്. എവിടെ പോയാലും എവിടെ പോകേണ്ടതെന്നുള്ളത്, ഏത് വഴി കൂടെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവ ആലോചന, ദൈവ ദൃഷ്ടി വെച്ച് നടത്തും. അതായത് ദൈവ മക്കൾക്കാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളത്. അവരുടെ കയ്യിൽ അകപ്പെടാതെ ദൈവ ആലോചന ദൃഷ്ടി വെച്ച് നടത്തും. പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ദൈവം എന്നുള്ള ആലോചനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് വ്യക്തിയുടെ മുമ്പിലാണ് നീ ആ വ്യക്തിയെ കളിയാക്കിയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിഹസിക്കുന്നെങ്കിൽ, ഒളിച്ചിരുന്ന് ആരെങ്കിലും കൂടി ചെയ്യിപ്പിക്കുന്നെങ്കിൽ പണി വരും. കാരണം എന്ന് പറഞ്ഞാൽ അവസാനം നീ ദുഃഖിക്കേണ്ടി വരും. കണ്ണുനീരോടെ നീ കണ്ണുനീര് അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ല, ദൈവസ്വനതകൾ ദൈവാസന്മാർ ബഹുമാനിക്കുകയും മാനിക്കുകയും ഒന്നും കൊടുക്കാനില്ലെങ്കിലും അവരെ മാനിക്കുകയും ചെയ്താൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ രണ്ട് വിഷയത്തിൽ റിസൾട്ടുണ്ട്. നല്ലത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും, തീയതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം കളിച്ച കാര്യമല്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് തമാശയായി തോന്നുമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ അത് നീ മനസ്സിലാക്കില്ല. അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നീട് അറിഞ്ഞോളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവസാനം അന്തമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം നിനക്ക് ഭാരമായി വരാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ദൈവദാസന്മാർക്കും ദൈവത്തിനും അനുകൂലമായ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാർ തെണ്ടികളൊന്നുമല്ല. നീ ഒരു പക്ഷേ തെണ്ടിയെന്ന് പറയിപ്പിച്ചാൽ തിരിച്ച് നീ തന്നെ തെണ്ടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്. എന്താണ് നീ കാണിക്കുന്നത്? അവസാനം കണ്ണുനീര് കുടിക്കേണ്ടി വരും. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവദാസന്മാർക്ക് അനുകൂലമായി സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അതല്ല പുസ്തകം എടുത്ത് പോയി പ്രാർത്ഥിച്ച് ആരാധിച്ച് വീണ്ടും വന്ന് അങ്ങനെ വരുന്നതൊന്നും അല്ല സുവിശേഷം, ദൈവവിശ്വാസം എന്ന് പറയുന്നത്. സംഭാഷണവും നല്ലതായിരിക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമാണ്. പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമാണ്. പഴയ നിയമത്തിലെ യഹൂദന്മാർ ന്യായപ്രമാണം പുസ്തക ചുരുളിൽ അല്ലെങ്കിൽ തോലുകളിൽ അവർ എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ഭക്തന്മാരായി പഴയ നിയമത്തിൽ വളരെ വിശ്വാസത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ നീ എന്ത് ചെയ്യുന്നുണ്ടോ? വചനം വായിക്കുകയോ പാടുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനമൊക്കെ ഹൃദയത്തിൽ ആഴമായി ഗ്രഹിക്കുകയും അനുഗ്രഹമായി തീരും. ചിലർ വിചാരിക്കുന്ന ഒരു സ്ഥലം 70-80 വയസ്സ് കഴിഞ്ഞിട്ട് യേശുവിനെ അറിഞ്ഞാൽ മതി എന്നാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തോന്നിയാണ് ഗ്രഹിക്കാമെന്നാണ്. പണിപാളും. നിന്നെ ദൈവം എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നാ നീ യേശുവിനെ അറിഞ്ഞു, അന്ന് മുതൽ നീ ദൈവഭാഗത്ത് ജീവിച്ചില്ലെങ്കിൽ നിനക്ക് പണി വരും. ആയുസിൻ്റെ പരിധി പോലും നീ കാണത്തില്ല. അനേകരെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് വേണമെന്നുള്ളത് നീ തിരഞ്ഞെടുക്കണം. നീ നല്ലതായി ജീവിച്ചാൽ ദാസന്മാരെ കാണുമ്പോൾ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നീ ഭൂമിയുടെ തലത്തിൽ കാണത്തില്ല. അതല്ല, നീ അനുകൂലമായി പ്രവർത്തിച്ചാൽ നിനക്ക് ആയുസ് ഉണ്ടാകും. അതല്ലെങ്കിൽ നിനക്ക് ആയുസ് കുറയും. ദൈവത്തിൻ്റെ പദ്ധതി അനുഗ്രഹവും വിടുതലുമായി തീരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ വചനം
നിങ്ങളോടുള്ളതാണ്. ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ കൂടെ ഉള്ളതാണ് ഈ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. കാരണം യഹോവ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, പ്രവൃത്തി ദൈവമാണ്. നാം തന്നെയാണ് ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. ദൈവം നമ്മോടുണ്ടാകട്ടെ. ആമേൻ.